ടെസ്റ്റ് എന്തെങ്കിലും നടത്തിയിരുന്നോ? ഞാൻ ആ ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് എടുപ്പിച്ചിരുന്നു. അതിൽ അങ്ങനെയൊന്നും കണ്ടില്ല. ഈ സ്ഥാപനത്തിനും രോഗികളെ ചികിത്സിക്കുന്ന നമുക്കും ചില എത്തിക്സ് ഉണ്ട്. പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് മെഡിക്കൽ എത്തിക്സ്. ഇതിലേതെങ്കിലും ഒന്ന് പാലിച്ചിട്ടുണ്ടായിരുന്നു? ലുക്ക്, ഇവര് രണ്ടുപേരും ആ കുട്ടിയുടെ ബന്ധുക്കളാണ്. നിങ്ങൾ പറഞ്ഞ പ്രഗ്നൻസി കൺഫർമേഷൻ വെച്ച് ഇവരുടെ തറവാടായ കണിമംഗലത്ത് വെച്ച് അവർ കുറെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തു. ഇവരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി കോടതിയിൽ കൊണ്ടുപോയി നിർത്തുമെന്ന് വെല്ലുവിളിച്ചു. എല്ലാത്തിന്റെയും പിൻബലം ഡോക്ടറുടെ ആ വാക്കായിരുന്നു. ഈ ഹോസ്പിറ്റലിന്റെ അന്തസ് പോലും നോക്കാതെ എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? നിങ്ങളോടാ ചോദിച്ചത്. നോക്കൂ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഹോസ്പിറ്റലിന്റെ ക്രെഡിബിലിറ്റിയാണ് പ്രശ്നം. അതില്ലാതാക്കാൻ ഒരാൾ ശ്രമിച്ചാൽ എനിക്ക് നിയമവ്യവസ്ഥയിൽ അഭയം പ്രാപിക്കേണ്ടി വരും. ഞാൻ ACP വിളിക്കും. അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താണ്. വേണ്ട സർ, അന്നതങ്ങനെ പെട്ടെന്ന് പറയാൻ എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നു. പ്രഷറോ? ഡോണ്ട് യു ഫീൽ അഷെയിം? നമ്മുടെ കൺമുന്നിൽ വരുന്ന പേഷ്യൻസ് നമ്മുടെ വാക്ക് മാത്രമാണ് വിശ്വസിക്കുന്നത്. അവരുടെ ജീവൻ നമ്മുടെ കയ്യിലാണ്. സോ നമ്മൾ എത്രമാത്രം സത്യസന്ധരായിരിക്കണമെന്നുള്ളത് നിങ്ങൾക്കറിയില്ലല്ലേ? സർ, ഒരു CA എന്നെ വിളിച്ച് പ്രഷർ ചെയ്തിരുന്നു. പിന്നെ അവരുടെ കൂടെ ഇവരുടെ തന്നെ കുടുംബത്തിൽ നിന്ന് ഒരാളും ഉണ്ടായിരുന്നു. മിസ്റ്റർ ഗൗതം. പറ്റിപ്പോയി സർ. ഒരു പോക്കറ്റടിക്കാരനെ പോലെ, ഒരു കള്ളനെ പോലെ ഉന്നത ഡിഗ്രികളുള്ള ഒരു ഡോക്ടർ എന്റെ മുമ്പിൽ തനകുനിച്ചിരിക്കേണ്ടി വരികയെന്ന് പറയുന്നത് നിങ്ങളുടെ മേൽവിലാസത്തിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങളെപ്പോലെ ഒരാളുടെ സേവനം ഇനി ഈ ഹോസ്പിറ്റലിന് ആവശ്യമില്ല. സർ, പ്ലീസ് സർ. ഗെറ്റ് ഔട്ട്. ഐ എം വെരി സോറി. ഡോക്ടറിന്റെ പേരിൽ ഞാൻ നടപടി എടുത്തോളാം. സർ, അതൊന്നും വേണമെന്നില്ല. അവര് ഈ ഡോക്ടറെ ഭീഷണിപ്പെടുത്തി കാണും. സോ വാട്ട്? അത്തരമൊരു ഭീഷണിക്ക് ആ ഡോക്ടർ വഴങ്ങാൻ പാടില്ലായിരുന്നു. ഷീസ് എ ഡോക്ടർ. എനിവേ അത് മാനേജ്മെന്റ് എടുക്കേണ്ട തീരുമാനമാണ്. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. താങ്ക് യു സർ. വലിയൊരു കൺഫ്യൂഷനാ ഡോക്ടർ മാറ്റി തന്നത്. ശ്യാമ മാഡം ഞാൻ അത്രയ്ക്ക് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാ. മാഡം സിൻസിയറായിട്ട് ഒരു കാര്യം വിളിച്ചു പറയുമ്പോ എന്നാലും പേടിച്ചതുപോലൊന്നും സംഭവിച്ചില്ല. ഒന്നാലോചിച്ച് നോക്കിയേ, CI സാറ് വിളിക്കുമ്പോ ആ ഡോക്ടർ ഇവിടെ ഇല്ലായിരുന്നെങ്കിലേ നമ്മൾ പെടുവായിരുന്നില്ലേ? മുത്തശ്ശി ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ട് ഇതുവരെ അത് നടക്കാതിരുന്നിട്ടുണ്ടോ? സംഗതി ഭഗവാൻ ശ്രീകൃഷ്ണൻ അവളുടെ സ്വന്തം ആളാ. പക്ഷെ മുത്തശ്ശിയുടെ കാര്യം നടത്തി തരുന്നതിൽ ഒരു വീഴ്ചയും വരുത്താറില്ല. ഓ, അങ്ങനെ അങ്ങ് പോകുന്നു എന്റെ മോളെ. അല്ലാതെ എന്തു പറയാനാ? മുത്തശ്ശി, അതിനിടയിൽ വേറൊരു ലേഡി ഡോക്ടർ വന്ന് എന്നെ പരിശോധിച്ചായിരുന്നു. എന്തൊക്കെയോ ടെസ്റ്റിന്റെ കാര്യങ്ങള് അടുത്ത് നിൽക്കുന്ന നഴ്സിനോട് പറയുകയും ചെയ്തു. ആ, അതൊന്നും സാരമില്ലെന്നേ. അതൊക്കെ ഇവന്മാര് ബില്ല് കൂട്ടാൻ ചെയ്യുന്ന സൂത്രമല്ലേ. കുറച്ച് കാശ് പോയാലും കുഴപ്പമില്ല. നമുക്കേ ഇത്രയും ഉപകാരം ചെയ്തൊരു സ്ഥലമല്ലേ. അവർക്ക് എന്തോ സംശയം ഉണ്ടായിരുന്നു. ചേച്ചിയും ആ തള്ളയും കൂടി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടായിരുന്നു അല്ലേ? നോക്കട്ടെ, സംശയിക്കട്ടെ. അതിന് നിനക്കെന്താ? CI സാറും ഗൗതവും നമ്മുടെ പിന്നിൽ തൂണ് പോലും നിൽക്കിയല്ലേ. പിന്നെ ഇങ്ങോട്ട് നോക്കിയേ, മുത്തശ്ശിയുടെ ഈ നാവും. അപ്പൊ പിന്നെ ജയഭാരതിയും രാധികയല്ല, ഈ ലോകം തന്നെ നമ്മളെ തോൽപ്പിക്കോടി. അതില്ല, മുത്തശ്ശിയുടെ നാവിനെ തോൽപ്പിക്കാൻ പറ്റിയൊരു നാവ് ഈ ലോകത്ത് വേറെ ഇല്ല. ആ, എന്നാ പിന്നെ നമ്മൾ പോവല്ലേ? മുത്തശ്ശി, ഇനി ഈ എണ്ണ ഒഴിച്ചു വെക്കുന്ന പരിപാടി ഒന്നും വേണ്ട കേട്ടോ. എന്റെ നടു ഒടിഞ്ഞു. അവളുമാർക്ക് വെച്ച കെണിയിൽ നീ വന്ന് ചാടുവെന്ന് ഞാൻ കരുതിയോ? അത് കുഴപ്പമില്ല. നമുക്കേ വേറെ എന്തെങ്കിലും പണി നോക്കാം. എഴുന്നേറ്റ് വാ, പോകാം. വാ.
സുകുമാരി പ്രിയങ്കയും കൊണ്ട് ഇങ്ങോട്ട് തന്നെ വരുമല്ലേ മോളെ? നമ്മളെല്ലാം തിരിച്ചറിഞ്ഞൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ ഇങ്ങോട്ട് തന്നെ ആവുമല്ലോ വരിക. അറിഞ്ഞ കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ അവിടെ വെച്ച് തന്നെ ചോദിക്കായിരുന്നു. ഞാൻ വേണ്ടാന്ന് വെച്ചതാ. എന്താ കാര്യമെന്നറിയൂ? എന്താ? ഈ കുടുംബത്തെ ആ ഒരു ഗർഭത്തിന്റെ പേരിൽ അവൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എത്ര പേരെ നാണം കെടുത്തിയിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു ചോദിക്കുമ്പോഴേ അനുഭവിച്ച ഒരു മുഴുവൻ സുകുമാരിയുടെ മുമ്പിൽ ഉണ്ടാവണം. അത് വേണം മുത്തശ്ശി. അതാണ് ശരിയായ പ്രതികാരം. പുന്നാര മോളെയും കൊണ്ട് മുത്തശ്ശി വന്ന് കയറട്ടെ. എന്തായാലും സുകുമാരിയെ ദഹിപ്പിച്ചിട്ടേ ഞാൻ വിടൂ. അപ്പോ ഇന്നത്തോടെ കണിമംഗലത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും.